അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കടല, കുറച്ച് സവാള, കുനുകുനാ അരിഞ്ഞ് വെച്ച കുറച്ച് വെണ്ടയ്ക്ക, ഇത്രയും കാര്യങ്ങൾ പോരാ, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ വേണം. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നല്ല ജീരകവും കുറച്ച് ഉണക്കമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിനകത്തോട്ടേക്ക് ഞാനിത് വറക്കാത്ത കടലയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു കപ്പോ 1.5 കപ്പോ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കുക. ഇനി നമ്മൾ വറുത്തെടുത്ത കടലകൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കത് പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ പൊടിക്കാൻ നോക്കി, പക്ഷേ ചെറുതായിട്ടൊന്ന് അരഞ്ഞു പോയി. കട്ട് പറഞ്ഞ് രണ്ടാമത് ആക്ഷൻ എടുക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. കാരണം രാവിലെയാണ്, തിരക്കിട്ട പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ കടുക് വറവിട്ടിട്ട് അതേ ചട്ടിയിൽ തന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെണ്ടക്ക കുട്ടികളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയ സംഭവം ഇട്ട് കൊടുക്കുക. പൊടിക്കേണ്ട സാധനം നമ്മളെ കയ്യിൽ നിന്ന് പേസ്റ്റ് ആയിപ്പോയല്ലോ, അതിട്ട് കൊടുക്കുക. അതിനകത്തേക്ക് ഒരു 5-6 മുട്ട അങ്ങ് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ചിക്കിയെടുത്ത് കയ്യിലുള്ള റൈസും വെച്ചിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അല്പം സവാള മുകളിലിട്ട് കഴിഞ്ഞാൽ രസമായിരിക്കും. ഈ ഒരു കടലയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റൈസിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പം ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ, പറയാതിരിക്കാൻ വയ്യ. എനിക്കിത് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയൊരു റെസിപ്പി കേട്ടോ, എൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല.